സൂപ്പർ കേട്ടോ. നമസ്കാരം ഗൈസ്. നമ്മൾ ഇന്നലെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. ഇന്ന് നമ്മൾ ബീഫ് സ്റ്റേക്കാണ്. ഇത് കണ്ടോ, ബീഫ് സ്റ്റേക്ക്. ഈ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും ജോമിയും കൂടി കുറവലങ്ങാട് പോയി. ഞങ്ങൾ പോത്തിൻ്റെ നെടുനാരാണ് മേടിച്ചത്. നെടുനാര് പോത്തിൻ്റെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ് നെടുനാരെന്ന് പറയുന്നത്. നട്ടലിനോട് ചേർന്നിട്ടുള്ള പോർഷനാണ്. ആ ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ന് നമ്മൾ ബീഫ് സ്റ്റേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ഇതാണ് ബീഫ് സ്റ്റേക്ക്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ പോത്തിൻ്റെ നെടുനാര് മേടിക്കുന്നത്. രണ്ടാനിക്കൽ ഫ്രഷ് മീറ്റ് ഹൈപ്പർ മാർക്കറ്റ് കുറവലങ്ങാട് പള്ളിക്കവലയിലാണ്. എല്ലാവിധ മീറ്റും ലഭിക്കുന്നതാണ്. ആട്, കോഴി, പന്നി തുടങ്ങിയ എല്ലാ മീറ്റും ലഭിക്കുന്നൊരു വൃത്തിയുള്ള അടിപൊളി ഷോപ്പാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നമ്മൾ ആ വെളുത്ത പാട, അതാണ് ഈ സൈഡ് നെയ്യും ഇതതിൻ്റെ പാടയാണ്. ഇതിന് പറയുന്നത് സ്ട്രിമ്മിങ്സ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് മീറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഫാറ്റ് യൂസ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ അതങ്ങോട്ട് കട്ട് ചെയ്ത് നിൽക്കാം. ഈ വൈറ്റ് ഇത് കളയത്തില്ല, സോസ് ചെയ്യും. വൈറ്റ് പാർട്ട് എല്ലാം എടുത്ത് മാറ്റണം അല്ലേ? ഇത് വേസ്റ്റ് ആവുന്നില്ല. ഇത് നമ്മൾ സോസിന് ഉപയോഗിക്കും. സോസിന് ഉപയോഗിക്കും അല്ലേ? ബ്രൗൺ സോസ്. ഇനി ഇതിന് മാരിനേഷൻ അടിക്കണം. അതിനെന്നൊക്കെ ചെയ്യണ്ടേ? അത് ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ്, റോസ്മേരി, ബട്ടർ, ഒലിവ് ഓയിൽ, പെപ്പർ, സാൾട്ട്, ഇത്ര സാധനങ്ങളാണ്. പിന്നെ പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ തയ്യാറാക്കാൻ നമുക്ക്. ബട്ടറാണേ, ഇഞ്ചി പേസ്റ്റ് അല്ലേ? ഇഞ്ചി വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, റോസ്മേരി അല്ലേ? സോൾട്ട് അല്ലേ? ഒലിവ് ഓയിൽ. ഇനി ഒലിവ് ഓയിൽ കഴിക്കാം. ഭയങ്കര ഓപ്പൺ ആണ്. ക്രഷ് പെപ്പർ അല്ലേ? ക്രഷ് പെപ്പർ. ഇതെന്നൊക്കെ ബട്ടർ, റോസ്മേരി ലീഫ്, ഒലിവ് ഓയിൽ, പെപ്പർ, സാൾട്ട്. ഇനി പൈനാപ്പിൾ ജ്യൂസ് ഒഴിക്കാനുണ്ട്. പൈനാപ്പിൾ ജ്യൂസ് അതിൻ്റെ കഴിക്കാം അല്ലേ? ഇത് ഒന്നുകൂടെ ആക്കാം. മതി മതി മതി. ജ്യൂസ് മാത്രം മതി അല്ലേ? അതെല്ലാം കൂടെ മിക്സ് ചെയ്തല്ലേ? അപ്പം അത് ഏറെക്കുറെ എത്ര. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ബീഫ് വാഷ് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യുന്ന സമയത്ത് ബീഫ് വാഷ് ചെയ്യാൻ പാടില്ല. ചിലയിടത്ത് ഹാമറിന് ഇടിച്ചിടിച്ച് ബീഫ് സോഫ്റ്റ് ആക്കും. ഇതിപ്പോ സോഫ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇതിന് 4 മണിക്കൂർ ഫ്രീസ് ചെയ്ത് മാരിനേഷൻ പിടിച്ചതിന് ശേഷം കുക്ക് ചെയ്യും. 4 മണിക്കൂർ ഫ്രീസ് ചെയ്യണം. ശരി. പിന്നെ ഇതിന്റെ പ്രത്യേക ഒരു സോസ് ഉണ്ട്, ബ്രൗൺ സോസ് എന്നറിയപ്പെടുന്നത്. അത് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കും. ശരി. അപ്പം ഗൈസ്, നമ്മൾ 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ബീഫിൻ്റെ പീസാണ്. സോസാണ് ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മൾ തുടങ്ങിയേക്കാം. അപ്പം അതിന് വേണ്ട സാധനം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ബട്ടർ, ക്രഷ് ചെയ്ത ഗാർലിക്, പെപ്പർകോൺ,
ആ ഒനിയൻ. ഒനിയൻ. ഇത് സോട്ടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സ്റ്റേക്കിന് വേണ്ടി മാരിനേഷൻ ചെയ്ത് വെച്ച ബീഫിന്റെ സ്ട്രിമ്മിങ്സ് അത് ഈ കൂടെ ഇട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഗായ്സ്, നമ്മുടെ സ്റ്റേക്കിന് സോസ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളിവിടെ ഇച്ചിരി വൈൻ ഇട്ട്, നമ്മൾ നേരത്തെ ഇട്ടിരുന്ന വൈനാണ്, ആ വൈനിൽ നിന്നൊരു ശകലം എടുക്കുകയാണ് കേട്ടോ. നല്ല മുന്തിരി വൈനാണ്. നമ്മൾ തേനിക്ക് പോയ സമയത്ത് നമ്മളൊരു 5 കിലോ മുന്തിരിങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ കൊണ്ട് നമ്മൾ വൈനാക്കിയതാണ്. വലിയ കുഴപ്പമില്ലാത്ത നല്ല വൈനാണ്. അപ്പം അതാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല. അപ്പം ഇത് സോസ് ഉണ്ടാക്കാൻ അല്ലേ? ശരി. ഇത് നമ്മുടെ ആ നെയ്യുള്ള പോർഷൻ അല്ലേ? ഇതിൻ്റെ സോസാണോ ഉണ്ടാക്കുന്നത്? ബ്രൗൺ സോസ്. ബ്രൗൺ സോസ്. അതെന്നാ സംഭവം? റോസ്മേരി. റോസ്മേരിയാ? ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് മീറ്റ് റെഡിയാ അല്ലേ? നെടുനാരിൻ്റെ പ്രത്യേകത ഇതാണല്ലേ, പെട്ടെന്ന് വേവും. ഉണ്ടോ? എത്ര 3-4 മിനിറ്റ് ആയുള്ളൂ അല്ലേ? 3 മിനിറ്റ് ആയി. കുറച്ച് കുക്കിംഗ് വൈൻ. വൈനാണല്ലേ? ഓക്കെ. കുറച്ച് വൈൻ ഒഴിച്ചു. ഇതന്നെ ഉപ്പാണല്ലേ? ഉപ്പ്. ഉപ്പായി, കുറച്ച് വൈനായി അല്ലേ? മീറ്റ് എന്തായാലും പെട്ടെന്ന് റെഡിയായി. ഇതെന്ത് കിട്ടിയല്ലേ? സോയാ സോസ് അല്ലേ? നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയാ സോയാ സോസ്. ആ കളർ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ശരിക്കും ബ്രൗൺ സോസ് ചെയ്യുന്ന ഇങ്ങനെയല്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ? 4 മണിക്കൂർ മിച്ചം ഇങ്ങനെ ഇരിക്കണല്ലേ? ഇതൊക്കെ പോളല്ലേ? ഇനി തിളക്കണം അല്ലേ? നല്ലപോലെ തിളക്കണം. തിളച്ച് കഴിഞ്ഞ് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സോയ സോസ് കുറച്ചുകൂടെ ഒഴിക്കുന്നല്ലേ? പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നു. ചൂട്. ശരിക്കും ബ്രൗൺ സോസിന് നമ്മൾ യൂസ് ചെയ്യേണ്ട വൈറ്റ് വൈനാണ്. നമ്മളിപ്പം ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഉപയോഗിക്കുന്നത് വൈറ്റ് വൈൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? നല്ല വൈറ്റ് വൈനാണ്. സോസ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചല്ലേ? സെറ്റായോ? സെറ്റായി. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഇത് സ്ട്രെയിൻ ചെയ്യണം. അപ്പോഴേക്കും ബീഫിന്റെ ജ്യൂസ് ഇറങ്ങി ഈ സോസിന് ഒന്നുകൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ ജസ്റ്റ് കുറച്ച് റെസ്റ്റിന് വിട്ടിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. നമ്മൾ ഈ ഫ്രൈ പാനിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് കയറത്തില്ല. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കുക്ക് ചെയ്യണം. ഇങ്ങനെയാണ് സംഭവം തുടങ്ങുന്നല്ലേ? അപ്പോൾ ഗൈസ്, നമ്മുടെ ബീഫ് സ്റ്റേക്ക് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 പീസാക്കി. ഒരു പീസ് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന്റെ കുക്കിങ്ങിന് മെത്തേഡ് ഉണ്ട്. അടിയിൽ നോക്കി ഇത് കണ്ടു.
വെന്ത് വരുന്ന ആ ഒരു എന്ത് വരുന്ന ടെക്സ്ചർ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന്. ഒരു 6 ടൈപ്പ് കുക്കിംഗ് അത് ആണല്ലേ? മീഡിയം, വെല്ലൻ, റെയർ, അങ്ങനെ 6 ടൈപ്പിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഈ സംഭവം. വൈനാണോ വെച്ച് കൊടുക്കണേ? അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേകുന്ന സമയത്ത് നമുക്ക് സോസ് അരിച്ചെടുക്കാം അല്ലേ? സോസ് അരിക്കൂലേ? അരിച്ചെടുക്കുക. അതിൻ്റെ അധികം വെച്ച് അരിച്ചു. അപ്പോൾ നമ്മുടെ മീറ്റ് പരുവായി. സത്യം പറഞ്ഞാൽ ഈ സംഭവത്തിനെ പോത്തിൻ്റെ ആണെന്ന് പറഞ്ഞാലും പോത്തിറച്ചാന്ന് തോന്നിയല്ലേ ടേസ്റ്റ്? നെടുനാരിൻ്റെ വേറൊരു ടേസ്റ്റ് അല്ലേ? വേറെ ഫ്ലേവറും വേറെ ടേസ്റ്റും. നമ്മുടെ ഈ പരുവായി. അപ്പം സ്റ്റേക്ക് കട്ട് ചെയ്യുവാണ്. ഓക്കെ. സൂപ്പർ ആട്ടോ. ശരിക്കും നമുക്ക് പോത്തിറച്ചിയാണെന്ന് തോന്നിയല്ല. നെടുനാരിൻ്റെ പ്രത്യേകത അല്ലേ? കിളുന്നിറച്ചി അല്ലേ? വളരെ കിളുന്നിറച്ചിയാണ്. ഇത് ഈ സോസിനോട് നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് എടുത്ത് കഴിച്ചു നോക്കിയോ? അവിടെ ഇരിക്കടി. ഞാനുണ്ടാ വെച്ച് കഴിച്ചിട്ട് അല്ലെങ്കിൽ നോക്ക്. വേണ്ട അപ്പ കഴിക്കുന്നില്ല. അപ്പ കഴിക്കുന്നില്ലേ? വാ. ശരിക്കും നമ്മൾ സ്റ്റേക്ക് സെർവ് ചെയ്യേണ്ടത് പ്രീ പ്ലേറ്റ് സർവീസ്. അതിൻ്റെ കൂടെ മാഷ് പൊട്ടറ്റോ, ഗാർലിക് ബ്രെഡ്, ബേബി ടൊമാറ്റോ, ബേബി പൊട്ടറ്റോ, ഈ സാധനങ്ങളെല്ലാം വെച്ചാണ് നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു 4 സ്റ്റാർ ഹോട്ടലിലോ ചെല്ലുമ്പോൾ നമുക്ക് അവർ സർവീസ് ചെയ്യുന്നത്.
അതിന്റെ കൂടെ വൈൻ ഉണ്ടാവും, അല്ല കൊളസ്ട്രോൾ ഷാമ്പയിൻ ഉണ്ടാവും, കൊളസ്ട്രോൾ കൂടുവോ? കൊളസ്ട്രോൾ ഉണ്ടാവും. ഇതിനാവശ്യം അല്ലേ? എങ്ങനെയുണ്ട്? അപ്പൊ ഇതിന്റെ അകത്ത് മുക്കിയാണോ കഴിക്കേണ്ടത്? വേണ്ടേ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഹലോ കേട്ടോ. ഇത് പോത്ത് വാവിളിച്ചേ. അല്ല വാ വിളിക്കോ. കഴിക്കാത്ത വെക്കാനില്ല. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്നതാ എന്റെ സാധനം എന്നതാ? പോത്തിറച്ചിയായിട്ട് തോന്നുന്നുണ്ടോ? പോത്തിറച്ചിയായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? പോത്തിറച്ചി കേട്ടോ. ആ ബീഫ് സ്റ്റേക്ക് എന്ന് പറയും. ശരി. റയറ് ഇഷ്ടമില്ലാത്തവർക്ക് ഒന്നുകൂടെ കുക്ക് ചെയ്ത് വെള്ളെണ്ണാക്കി കഴിക്കാം. ഇപ്പം നമ്മളിപ്പോ ചെയ്തത് മീഡിയം റയറാ ചെയ്തത്. അതിന്റെ അകത്ത് ഇങ്ങനെ ജ്യൂസി ആയിരിക്കും. ഇത് കണ്ടോ, റെഡ് മീറ്റേ കാണുള്ളൂ. അപ്പൊ വെളിയിൽ കുക്കായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേന് അതിൽ നിന്ന് ഇങ്ങനെ ജ്യൂസ് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ചില ആൾക്കാർക്ക് കണ്ടാൽ അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഒന്നുകൂടെ വെള്ളനാക്കി കുക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒന്നുകൂടെ കഴിക്കാൻ പറ്റും. ഓവർ കുക്ക് ആകരുത്, റബ്ബർ പോലെ റബ്ബർ പോലെ തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമുക്ക് ഒന്നോടെ ഒന്ന് കുക്ക് ചെയ്യുന്നല്ലേ? അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ഫോറിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അവര് വെള്ളം മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത പോലെ. അപ്പൊ ഒന്നോടെ ചെറുതായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. മറിച്ചിട്ടല്ലേ? മറിച്ചിട്ട് കണ്ടോ ജ്യൂസ് വരുന്നു. ഈ ഒരു ടെക്സ്ചർ വരണം അല്ലേ? റെഡിയാക്കണ്ടിരിക്കുക. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ ജിനു വന്നിട്ടുണ്ട്. ജിനു ആണ് അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ല ആയില്ല, എന്താ അപ്പൊ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ജിനു ആണ്. അതെ, സൂപ്പറല്ലേ? അതാണ് ഇതിന്റെ ഇതൊന്നും. അതെന്നാ കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള നമ്മളെല്ലാവരും അങ്ങനെ തിന്ന് ശീലിച്ചതുകൊണ്ടാണ്. എന്നാലും നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. അപ്പൊ നമ്മുടെ നെടുനായരിന്റെ അടുത്ത പോർഷൻ ആ കത്തിക്ക് മുറിച്ചില്ല. പാത്രം കളഞ്ഞില്ലേ? മുറിക്കുമ്പോൾ തന്നെ മുറിഞ്ഞ് കിട്ടുന്നുണ്ടല്ലേ? എന്തോ അതിൻ്റെ അകമെന്ന് കാണട്ടെ. എന്താ പോയി കണ്ടോ കണ്ടോ ജ്യൂസ് എടാ ഉണ്ണേ, ഞാൻ പറഞ്ഞ സെയിം സംഭവം ജ്യൂസ് പോലെ വരുന്നുണ്ടോ? അതാണ് എല്ലാരും ഒരു സോപ്പ് വെച്ചാണ് കഴിക്കുന്നത്. കറക്റ്റ് ലെയർ.
ടെക്സ്ചർ അല്ലേ? അല്ലല്ല, ഇത് വെൽ ഡൺ. വെൽ ഡൺ. നന്നായിട്ട് കുക്ക് ചെയ്തത്. ഉം. ഇതിനു മുമ്പ് നമ്മൾ ഈ സംഭവമാണ് മീഡിയം അല്ലേ? മീഡിയം വെൽ. മീഡിയം വെൽ. ഇതാണല്ലേ കറക്റ്റ്? ഇതാണ് കറക്റ്റ് ടെക്സ്ചർ ഇതിൻ്റെ? നല്ലപോലെ കുക്കായി പോകും. എന്താണ് കുക്കായി പോവാം? നല്ലപോലെ കുക്കായി. നോക്കിക്കേ, നന്നായിട്ട് കുക്കായി അല്ലേ? ജോമി, നമ്മൾ ഇന്നലെ കപ്പ ബിരിയാണി ഉണ്ടാക്കി. ഇന്നലെ ഒത്തിരി ആളുകൾ കണ്ടു, കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് എത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്ത് തന്നെ ബീഫ് സ്റ്റേക്ക്. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് നമ്മളിവിടെ പോയി, കുറവലങ്ങാട് പോയി അല്ലേ? നെടുനാരല്ലേ? പോത്തിൻ്റെ നെടുനാര് മേടിച്ച് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കിയാണ്. 2 രീതിയിലാണ് വേവിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് 2 രീതി വേവിച്ചിരിക്കുന്നത്? റയറും വെൽഡണ്ണും. അപ്പോൾ ആദ്യം റയറായിട്ട് ഉണ്ടാക്കിയ സംഭവം, അത് റയർ വേവ്, ചെറിയ വേവുള്ള സംഭവം, അതുണ്ടാക്കിയാണ് നമ്മൾ കഴിച്ചത്. രണ്ടാമത് വെൽ ഡൺ, നല്ല രീതിയിൽ കുക്ക് ചെയ്തിരിക്കുന്ന, ഫുൾ കുക്ക് ചെയ്തിരിക്കുന്ന നെടുനാരാണ്. പോത്തിൻ്റെ നെടുനാരെന്ന് പറയുന്നത് ശരിക്കും കിളുന്ത ഇറച്ചിയാണ്. ശരിക്കും നമുക്ക് പോത്തിറച്ചിയാണോ എന്ന് സംശയം തോന്നും അല്ലേ? അപ്പം ചിലരെ വീഡിയോ ചെയ്ത സമയത്ത് 3 മിനിറ്റ് കൊണ്ട് ഇത് കുക്കാവുമെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മളിത് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ? 3 മിനിറ്റ് മതി ഈ നെടുനാര് കുക്കാകാനായിട്ട്, വൺ സൈഡ് കുക്കാകാനായിട്ട്. അപ്പം ഇത് നമുക്കെല്ലാം പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും, നല്ലൊരു റേറ്റ് വരും അല്ലേ? നല്ലൊരു എമൗണ്ട് അല്ലേ ഇതിന് വരുന്നത്? അപ്പം പല സ്ഥലങ്ങളിലും ഹോട്ടലുകളുണ്ട്, ഹോട്ടലിൽ നല്ലൊരു റേറ്റ് വരും. അപ്പം നമ്മൾ വീട്ടിൽ പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതിനകത്ത് ചെയ്ത ഇൻഗ്രീഡിയൻസ് എന്നാന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. കുറച്ച് സാധനങ്ങൾ, സാൾട്ട്, മസ്റ്റാർഡ് പേസ്റ്റ്, ഇംഗ്ലീഷ് മസ്റ്റാർഡ് പൗഡർ, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, വൈൻ, പിന്നെ ബട്ടർ. ഇത്രയും സാധനമാണ് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ ഇതിന്റെ വേവാണ് ശരി. പിന്നെ അത് 6 ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വേണ്ട എന്താണോ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ ചെയ്താൽ മതി അല്ലേ? അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.